إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ സമ്പത്ത് അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാണ്. നിശ്ചിത കാലത്തേക്ക് അവൻ അത് നമ്മളെ ഏൽപ്പിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ മാലു ഇമ്മാ യുഫാരിഖുക ഔ തുഫാരിഖുഹു. നിന്റെ സമ്പാദ്യം ഒന്നല്ലെങ്കിൽ അത് നിന്നെ വിട്ടു പിരിഞ്ഞു പോകും, അതല്ലെങ്കിൽ നീ നിന്റെ സമ്പാദ്യത്തെ ഒഴിവാക്കി അതിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് അനുഗ്രഹവും ഒപ്പം അത് പരീക്ഷണവുമാണ്. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ അള്ളാഹു മനുഷ്യരോട് ചോദിക്കും. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹ. മനുഷ്യൻ അള്ളാഹു നൽകിയ സമ്പാദ്യത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. എവിടെ നിന്നാണ് അവൻ ആ സമ്പാദ്യം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ആ സമ്പത്ത് അവൻ കരസ്ഥമാക്കിയത്, വഫീമ അൻഫഖഹ, എന്തിനാണ് അവൻ ചെലവഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു നൽകിയ സമ്പത്ത് അവന് തൃപ്തിയുള്ള മാർഗത്തിലാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അവന് തൃപ്തിയും ഇഷ്ടവുമുള്ള മാർഗത്തിലാണ് ആ സമ്പത്ത് നമ്മൾ വിനിയോഗിക്കേണ്ടത്. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും അതിയായി അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ സമ്പത്തിനെ പിടിച്ചു വെക്കുന്ന ആളുകൾ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണോ സംരക്ഷിക്കപ്പെടുന്നത് അവരാണ് വിജയിച്ചവർ.
പിശുക്കുള്ളവർ എപ്പോഴും നഷ്ടക്കാരായിരിക്കും എന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സമ്പത്തിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. അല്ലാഹു നിർബന്ധമാക്കിയ സമ്പത്ത് ചെലവഴിക്കലിനെ കുറിച്ചല്ല, സകാത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് നിർബന്ധമായും അത് നിർവഹിക്കണം. അത് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ശിക്ഷയുണ്ടായിരിക്കും. എന്നാൽ സകാത്തല്ലാത്ത ഐച്ഛികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു എത്രയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. അല്ലയോ മുഅ്മിനീങ്ങളെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വിശിഷ്ടമായ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. മുഅ്മിനീങ്ങൾ അവർ സന്തോഷഘട്ടത്തിലും പ്രയാസമുള്ള ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുവിന് നൽകുന്ന കടമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പാഴാവുകയില്ല. യുദാഇഫു ലക്കും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, ഇരട്ടിപ്പിച്ചു തരും. വയഗ്ഫിർ ലക്കും, അതിനോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻഫഖ നഫഖതൻ ഫീ സബീലില്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ സമ്പാദ്യം ചെലവഴിക്കുന്നത്, എന്തെങ്കിലും അതിന്റെ വലുപ്പത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നേയില്ല. അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരുവൻ ചെലവഴിച്ചാൽ കുതിബത് ലഹു ബിസബ്ഇമിഅതി ളൈഫിൻ, 700 ഇരട്ടി പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പക്കലുള്ളതിനനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് കഴിയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. സമ്പത്ത് കുറവുള്ള ആളുകളാണ് എന്ന കാരണം പറഞ്ഞ്, സമ്പത്തില്ല എന്ന കാരണം പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, തസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നൽകുക. വലാ യഖുൽ അഹദുകും ഇന്നി മുഖിൽ, ഒരാളും പറയേണ്ടതില്ല ഞാൻ സമ്പത്ത് കുറവുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കൊടുക്കാനൊന്നും സാധിക്കുകയില്ല, കൊടുക്കാൻ മാത്രം വകുപ്പ് എന്റെ അരികിലില്ല എന്നാരും പറയേണ്ടതില്ല. ഫഇന്ന സദഖത്തൽ മുഖില്ലി അഫ്ളലു മിൻ സദഖത്തിൽ ഗനി. കാരണം ധനികന്റെ സ്വതക്കയേക്കാൾ ദരിദ്രന്റെ കുറവുള്ള സമ്പത്ത് കുറവുള്ളവന്റെ സ്വതക്കയാണ് അഫ്ളലായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരെ സ്വന്തം പെൺമക്കളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, യാ ബനാത്തി, എന്റെ പെൺമക്കളെ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക കൊടുക്കുക. വലാ തൻതദിർനൽ ഫളൽ, സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും മെച്ചം വരട്ടെ എന്ന് നിങ്ങൾ കാത്തു നിൽക്കരുത്. കാരണം ഫഇന്ന കുന്ന ഇൻ തളർതുന്നൽ ഫളല ലൻ തജിദനഹു, സമ്പത്തിൽ നിന്ന് വല്ലതും മെച്ചം വരട്ടെ എന്ന് നിങ്ങൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ മെച്ചം വരികയില്ല, അത് സംഭവിക്കുകയില്ല. വഇൻ തസദ്ദഖ്തുന്ന ലം തജിദന ഫഖദഹു, ഇനി നിങ്ങൾ നിങ്ങളുടെ പക്കലുള്ളത് എന്താണോ അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക കൊടുത്താൽ അത് നഷ്ടമായതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുമില്ല എന്ന് പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് ഏറ്റവും അധികം ഔദാര്യം ചെയ്തിരുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ ഉത്തമമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ധനികനായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ധനാഢ്യനായിരുന്നില്ല. അവിടുത്തെ പക്കലുള്ളത് എന്താണോ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകൾ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പലപ്പോഴും ദാരിദ്ര്യത്തിലായി കടന്നുപോയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന് വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് 30 സാ ബാർലിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പടയങ്കി ഒരു ജൂതന്റെ അരികിൽ പണയം വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോ അവിടുത്തെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. എന്തിനാണത്? തന്റെ കുടുംബത്തിന് നന്നായി ഭക്ഷണം കഴിക്കാൻ ഒരു 30 സാ ബാർലി ഇല്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചതായിരുന്നു. വയറുനിറയെ ഭക്ഷണം കഴിക്കാത്ത നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടന്നുപോയിട്ടുണ്ട്. മാസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഒരു വീട്ടിലും അടുപ്പ് പുകയാതിരുന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് കുടിക്കുന്നത് പോലെയുള്ള പാനീയങ്ങൾ, നമ്മൾ ഇന്ന് വിശ്രമിക്കുന്നത് പോലെയുള്ള പട്ടുമെത്തകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരിക്കലും നിരസിക്കാറില്ലായിരുന്നു. ചോദിച്ചത് എന്താണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫജാഅഹു റജുലുൻ ഫഅഅതാഹു ഗനമൻ ബൈന ജബലൈൻ, ഒരു അറാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്പത്ത് ചോദിച്ചപ്പോ ഒരു താഴ്വര നിറയുള്ള ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ദാനം കൊടുത്തു എന്നാണ്. എന്നിട്ട് ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ഈ വ്യക്തി മുസ്ലിം ആവുകയും തന്റെ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, എന്റെ സമൂഹമേ നിങ്ങൾ മുസ്ലിമായിരിക്കുക, മുസ്ലിമാവുക. കാരണം ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം പേടിക്കാത്തവനെ പോലെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി അവിടുത്തെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ ബഖിയ മിൻഹ, ആയിഷ, ആ ആടിന്റെ ഇറച്ചിയിൽ എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കതിഫുഹ, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ തോല് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബഖിയ കുല്ലുഹാ ഗൈറ കതിഫിഹ, എല്ലാം അവശേഷിച്ചിട്ടുണ്ട്, എന്നാൽ ആ തോള് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. പരലോകത്തേക്ക് ആ തോളല്ലാത്തതെല്ലാം അവിടെ തന്നെയുണ്ട്, പരലോകത്തേക്ക് ആ തോള് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അവിടുത്തെ ദുനിയാവിന്റെ സൗകര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിച്ചില്ല. അവിടുത്തെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി അവിടുന്ന് ചെലവഴിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഇത്രയും വലിയ ചരിത്രം, ഇത്രയും വലിയ മാതൃക നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുകയില്ല. എന്നാലും സ്വഹാബികളുടെ ജീവിതത്തിൽ, മുൻഗാമികളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാൻ അവർ പരിശ്രമിച്ചിരുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, സമ്പത്ത് കുറവുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരുവൻ ശ്രദ്ധിക്കണമെങ്കിൽ സമ്പത്തുള്ളവൻ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, റമളാൻ മാസം
റമളാൻ മാസം സ്വതക്കകൾ ധാരാളം കൊടുക്കേണ്ട, ഷഹ്റു സ്വദഖതി വൽ ഇഹ്സാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കേണ്ട മാസമാണ് റമളാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ അങ്ങേയറ്റം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഔദാര്യം ചെയ്തിരുന്നു. അവിടുന്ന് റമളാനിൽ ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്തിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി കൂടിക്കാഴ്ച നടത്താറുള്ള രാത്രികളിലായിരുന്നു. റമളാനിന്റെ അവസാനത്തെ 10കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഔദാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. റമളാൻ മാസമായി കഴിഞ്ഞാൽ മുൻഗാമികൾ പറയും, ഇന്നമാ ഹുവ ഇത്ആമുത് തആം വ ഖിറാഅത്തുൽ ഖുർആൻ. ഈ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യലും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും മാത്രമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. മുൻഗാമികൾ ഇതിനെ ദാനങ്ങൾ ചെയ്യേണ്ട മാസമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. റമളാനിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, റമളാനിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ അതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി. റമളാനിൽ സമ്പത്ത് ചെലവഴിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക. അപ്രകാരം ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റേത് തന്നെയുള്ള പ്രതിഫലം അവനും ലഭിക്കും, തുറപ്പിച്ചവനും ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ പെരുന്നാളാകുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക്, ആവശ്യമുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക എന്നുള്ളതും റമളാനിൽ സമ്പത്ത് ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അയ്യുമാ മുസ്ലിമിൻ കസാ മുസ്ലിമൻ സൗബൻ അലാ ഉരിൻ. വസ്ത്രമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ വ്യക്തി അവര് വസ്ത്രം മേടിച്ചു കൊടുത്താൽ, അവനെ വസ്ത്രം ധരിപ്പിച്ചു കഴിഞ്ഞാൽ, കസാഹു അല്ലാഹു മിൻ ഖുദറിൽ ജന്ന, കസാഹു അല്ലാഹു മിൻ ഖുദറിൽ ജന്ന, സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധരിപ്പിക്കുമെന്നാണ്. ചില ഹദീസുകളിൽ കാണാം, ഒരുവൻ ഒരു മുസ്ലിമിന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ആ വസ്ത്രം എത്ര കാലം അവന്റെ അരികിൽ അവശേഷിക്കുന്നുവോ അത്രകാലവും അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമൽ. ഔ തക്ഷിഫു അൻഹു കുർബ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു പ്രയാസം മാറ്റുക. ഔ തഖ്ബി അൻഹു ദൈനൻ, അതല്ലെങ്കിൽ അവന്റെ കടം വീട്ടിക്കൊടുക്കുക. ഇതൊക്കെ ഈ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ സമ്പത്ത് ചെലവഴിക്കുവാൻ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹുവിന്റെ മസ്ജിദുകൾക്ക് വേണ്ടി, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ മറ്റെല്ലാ ഇബാദത്തുകളിൽ നിന്നും നമുക്കൊരു പങ്കുണ്ടായിരിക്കെ സ്വതക്കയുടെ ഇത്രയും ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വതക്കയുടെ വിഷയത്തിൽ നമുക്ക് പങ്കില്ലാതിരിക്കുക എന്നുള്ളത് വളരെ ആക്ഷേപകരമായ കാര്യമാണ്. നമുക്ക് സാധിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അസ്സദഖതു മിൻ ജിൻസിൽ ഖിതാൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് അത് യുദ്ധം പോലെയാണ്, അതൊരു പോരാട്ടമാണ്. അൽ ജിബാനു യർജുഫ്, ഭീരുക്കളായ ആളുകൾ
അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അവർ വറക്കും, അവർക്ക് പേടിയുണ്ടാകും, അവർ മുന്നോട്ട് വരികയില്ല. എന്നാൽ ധീരതയുള്ള, അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളിൽ ഉറപ്പുള്ള ആളുകൾ, ധൈര്യവാന്മാരായ ആളുകൾ അവർ മുന്നോട്ട് വരും. അതുകൊണ്ട് സദഖയുടെ വിഷയത്തിൽ ഭീരുത്വം കാണിക്കാൻ നമുക്ക് പാടുള്ളതല്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെന്നാണോ ചെലവഴിക്കുന്നത് അത് മാത്രമാണ് നാളെ പരലോകത്ത് നമ്മുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് പകരം തരുന്നതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചുവോ അവൻ നിങ്ങൾക്ക് പകരം നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അൻഫിഖ് യബ്ന ആദമ ഉൻഫിഖ് അലൈക്. മനുഷ്യ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ നിനക്ക് ഞാൻ സമ്പത്ത് തരാം, നിനക്ക് ഞാൻ ചെലവിന് തരാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ നഖസത് സദഖത്തുൻ മിൻ മാലി. സദഖ കൊടുത്തത് കൊണ്ട് ഒരിക്കലും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല, അത് കൂടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളല് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു ഇബ്നു ആദമ മാലി മാലി. മനുഷ്യൻ അവന്റെ സമ്പത്തിനോടുള്ള പ്രേമം കാരണം, ഇഷ്ടം കാരണം എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്നിങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഹൽ ലക മിൻ മാലിക് ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്. നിന്റെ സമ്പത്തിൽ നിന്നും നിനക്ക് ശരിക്കും ഉപകാരപ്പെടുക, അതല്ലെങ്കിൽ സമ്പത്തിൽ നിന്നും ശരിക്കും നിനക്കുണ്ടായിരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ അത് പാഴായി പോവുകയും ചെയ്ത സമ്പത്താണ്. ഔ മാ ലബിസ്ത ഫഅബ്ലൈത്. നീ ധരിക്കുകയും നുരുമ്പിപ്പോകുകയും ചെയ്തതാണ്. ഔ മാ തസദ്ദഖ്ത ഫഅംളൈത്. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തുകൊണ്ട് പരലോകത്തേക്ക് മാറ്റിവെക്കുന്നത് മാത്രമാണ് നിനക്ക് നിന്റെ സമ്പാദ്യം എന്ന് പറയാൻ ബാക്കിയുണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കറിയാം. നാളെ മഹ്ശറിൽ അവിടെ വളരെയധികം ചൂടനുഭവിക്കുന്ന ഒരു രംഗമാണ്. സൂര്യൻ ഒരു ചാണ് മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോരുത്തരും അവൻ ചെയ്ത പാപങ്ങൾക്കനുസരിച്ച് വയർപ്പിൽ മുങ്ങിക്കുളിച്ചവരായിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു മ്രിഇൻ ഫീ ളില്ലി സദഖതിഹി ഹത്താ യുഖ്താ ബൈനൻ നാസ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവന് അവിടെ ഒരു തണലുണ്ടായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവൻ ജനങ്ങൾക്കിടയിൽ തീർപ്പുണ്ടാക്കുന്നത് വരെയും അള്ളാഹു നൽകുന്ന ആ തണലിനായിരിക്കുമെന്നാണ് പറയുന്നത്. ഓരോ നേരം പുലരുമ്പോഴും 2 മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ. അള്ളാഹുവെ, സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവനെ നീ അവന്റെ സമ്പത്തിൽ നാശവും നഷ്ടവും വരുത്തണമേ. വആതി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവൻ അവർക്ക് നീ പകരം നൽകണേ എന്ന് മലക്കുകൾ ഇങ്ങനെ ഓരോ രാവിലെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇബാദത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്ന അതിയായ പ്രതിഫലം വാരിക്കൂട്ടുവാൻ നമുക്ക് സാധിക്കുന്ന റമളാനിൽ പ്രത്യേകം ശ്രദ്ധതയുള്ള ഈ ഇബാദത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. സ്വതക്കകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽപ്പെട്ടതാണ് കഴിയുമെങ്കിൽ സ്വതക്കകൾ രഹസ്യമായി കൊടുക്കുക എന്നുള്ളത്. പരസ്യമായി കൊടുക്കൽ അത് അനുവദനീയമാണ്. അതിൽ നന്മയുണ്ട് എങ്കിൽ അത് അനുവാദമുള്ള കാര്യമാണ്. എന്നാൽ രഹസ്യമായി കൊടുക്കുക എന്നുള്ളതിന് കൂടുതൽ ശ്രദ്ധതയുണ്ട്.
അല്ലാഹു പറഞ്ഞു ഇൻ തുബ്ദുസ് സദഖാതി ഫനിഇമ്മാഹി, നിങ്ങൾ സ്വതക്കകൾ അത് പരസ്യമാക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. വഇൻ തുഅ്തൂഹാ വഇൻ തുഖ്ഫൂഹാ വതുഅ്തൂഹാ അൽഫുഖറാഅ ഫഹുവ ഖൈറുൻ ലക്കും, ഇനി നിങ്ങൾ അത് ഗോപ്യമാക്കി രഹസ്യമാക്കി പാവപ്പെട്ട ആളുകൾക്ക് നൽകുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വയഗ്ഫിർ ലക്കും വയുകഫിർ അൻകും സയ്യിആതികും, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായി ദാനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ തിന്മകൾ മായ്ച്ചു കളയുമെന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സദഖത്തു സിരി അഖ്ലസു ലിൽ മുഅത്തി, കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും ഇഖ്ലാസ് ഉണ്ടാകുവാൻ സഹായിക്കുന്ന കാര്യമാണ് രഹസ്യമായി സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. വഅഅസ്സു ലിൽ മുഅത്ത, അത് സ്വീകരിക്കുന്ന അത് കൊടുക്കപ്പെടുന്ന ആൾക്ക് അവന് ഏറ്റവും അവന്റെ അഭിമാനം സംരക്ഷിക്കുവാൻ ഏറ്റവും ഖൈറായിട്ടുള്ളത് രഹസ്യമായി സ്വതക്ക കൊടുക്കലാണ് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തു സിരി തുത്ഫിഉ ഗളബ റബ്ബ്, അല്ലാഹുവിന്റെ കോപം അണച്ചു കളയുന്ന കാര്യമാണ് രഹസ്യമായി സ്വതക്കകൾ നൽകുക എന്നുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, രഹസ്യമായി സ്വതക്കകൾ നൽകുക എന്നുള്ളതിന് പരീക്ഷണങ്ങൾ തടുക്കുന്ന വിഷയത്തിൽ, രോഗങ്ങൾ അത് ശിഫ നൽകുവാൻ കാരണമാകുന്ന വിഷയത്തിൽ വലിയ സ്വാധീനങ്ങൾ, അത്ഭുതകരമായ സ്വാധീനങ്ങൾ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ഒരുവൻ രഹസ്യമായി സ്വതക്ക കൊടുത്താൽ അത് പരീക്ഷണങ്ങളെ തടുക്കും. അവന്റെ രോഗങ്ങൾ, മാറാ രോഗങ്ങൾ ശിഫയാകുവാൻ അതൊരു കാരണമായി തീരും എന്ന വിഷയത്തിൽ സ്വതക്കകൾക്ക് അത്ഭുതകരമായ സ്വാധീനമുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അല്ലാഹു തണൽ നൽകുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ, ഒരുവൻ അവൻ സ്വതക്ക നൽകി അതിനെ രഹസ്യമാക്കി, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. അത്രയും രഹസ്യമായി കൊണ്ടൊരുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ, സ്വതക്ക കൊടുത്താൽ അവന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണലുണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇത് സലഫു സാലിഹീങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, രഹസ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഒരു മിക്ക അമലുകളും പരമാവധി രഹസ്യമാക്കുവാനാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, ഇക്തം ഹസനാതിക് കമാ തക്തം സയ്യിആതിക്, നിന്റെ തിന്മകൾ നീ എങ്ങനെ മറച്ചു വെക്കുന്നുവോ അതുപോലെ നീ നിന്റെ നന്മകളും മറച്ചു വെക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വതക്ക കൊടുക്കുമ്പോൾ സ്വതക്ക കൊടുത്തതിന്റെ ഫലം നഷ്ടപ്പെടാതിരിക്കാൻ, അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വതക്ക കൊടുത്തത് എടുത്തു പറയാതിരിക്കുക എന്നുള്ളത്. പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധവും വലിയ പിഴവുമാണിത്. സ്വതക്ക കൊടുക്കാൻ ഇഖ്ലാസോടുകൂടി കൊടുത്തിട്ടുണ്ടാകും, ആത്മാർത്ഥതയോട് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ രഹസ്യമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ കൊടുത്ത ആളോട്, ആ സ്വതക്ക വാങ്ങിയ ആളോട് താൻ നൽകിയതിനെ കുറിച്ച് എടുത്തു പറയും. അത് സ്വതക്കയെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ആ കൊടുത്തതിന്റെ പേരിൽ അവരെ ഉപദ്രവിച്ചതുകൊണ്ടും നിങ്ങൾ ആ സ്വതക്കയെ ബാത്തിലാക്കാൻ പാടില്ല. ഒരാളെ സഹായിച്ചു എന്നതിന്റെ പേരിൽ അവരെ ഉപദ്രവിക്കുക, അവരെ സഹായിച്ചു എന്നതിന്റെ പേരിൽ അവരെ കാണുമ്പോഴൊക്കെ തന്നത് എടുത്തു പറയുക, ഇതൊക്കെ സ്വതക്കയെ നിഷ്ഫലമാക്കി കളയുന്ന, ബാത്തിലാക്കി കളയുന്ന കാര്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക, അത് എടുത്തു പറയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറയും, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, മുഅ്മിനീങ്ങളായ ആളുകൾ അവർ യതീമുകളായ, ദരിദ്രരായ, അനാഥരായ, തടവുകാരായ ആളുകൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിട്ടും അവർ ഭക്ഷിപ്പിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ പറയും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്,
ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് ഒരു നന്ദിവാചകമോ നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യുപകാരമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇങ്ങനെയായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കേണ്ടത്. ഒരാളിൽ നിന്നും ഒരു നന്ദിവാചകമോ ഒരു പ്രത്യുപകാരമോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക കൊടുക്കുക. മരണം വന്നെത്തുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മരണം വന്നു കഴിഞ്ഞാൽ വിലപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു പറഞ്ഞില്ലേ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണം വന്നെത്തിയാൽ ചില ആളുകൾ പറയും, അല്ലാഹുവേ, ഒരു നിശ്ചിത കാലത്തേക്ക് എന്റെ മരണം ഒന്ന് പിന്തിപ്പിച്ചു തരണം. മരണം പിന്തിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഞാൻ സ്വതക്ക കൊടുക്കും, ഞാൻ നല്ല ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് ഒരുവൻ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ നമുക്ക് നൽകിയ സമ്പത്ത് ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.